പാകിസ്ഥാനുമായുള്ള പ്രകോപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കടൽ മാർഗമുള്ള ഭീഷണി, അതുപോലെ തന്നെ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായാൽ ക്വിക്ക് റിയാക്ഷൻ, അവരെ തോൽപ്പിക്കുക അല്ലെ അവരെ ഇവിടുന്ന് അടിച്ചോടിക്കുക എന്നിവയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇനി നമ്മൾ ഈ നേവിയുടെ നേതൃത്വത്തിൽ ചില മുന്നേറ്റങ്ങൾ നടത്താനായി ആലോചിക്കുന്നു. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതാ. തിരുവനന്തപുരം കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു മാരിടൈം തിയേറ്റർ കമാൻഡ് രൂപീകരിക്കാനാണ് കേന്ദ്രം ഉദ്ദേശിക്കുന്നത്. അതായത് കര, നാവിക, വ്യോമസേനകളുടെ സംയുക്ത നീക്കമാണ് പാകിസ്ഥാൻ്റെ ആക്രമണത്തെ നിഷ്പ്രഭമാക്കാൻ നമുക്ക് കഴിഞ്ഞത് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരം കേന്ദ്രമാക്കിക്കൊണ്ട് വ്യോമസേനയും അതുപോലെ തന്നെ കരസേനയും നാവികസേന നിയന്ത്രിക്കുന്ന ഒരു മാരിടൈം തിയേറ്റർ കമാൻഡ് ഇത് വേണമെന്നുള്ളത് വളരെ കാലമായുള്ള ആലോചനയാണ്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇതെല്ലാം സംബന്ധിച്ച് ഒരു ബ്ലൂ പ്രിൻറ്റും തയ്യാറാക്കി. നമുക്കറിയാം, സംയുക്ത സൈനിക മേധാവിയായ അനിൽ ചൗഹാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ തലസ്ഥാനം സന്ദർശിച്ചിരുന്നു. അതൊട്ടും നിസ്സാരമായ ഒരു കാര്യമല്ല. കാരണം ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖമുണ്ട്, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഉൾപ്പെടെയുള്ള ബഹിരാകാശ ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്, അതുപോലെ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ നമുക്കറിയാം, ഇപ്പം അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് ഏതാണ്ട് 10 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ പറയുന്ന കേരളത്തിൻ്റെ തലസ്ഥാനം. എന്ന് പറഞ്ഞാൽ അതിർത്തിയിൽ ഏറ്റവും അധികം സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു വ്യോമ ഉപകേന്ദ്രം സ്ഥാപിക്കണം എന്നൊക്കെ ആലോചിച്ചു. ഇതിനപ്പുറത്തേക്കാണ് കരസേനയും അതുപോലെ തന്നെ വ്യോമസേനയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു നാവിക സേനയുടെ നേതൃത്വത്തിലുള്ള ഒരു കമാൻഡ് രൂപീകരിക്കുന്നു. അത് തിരുവനന്തപുരത്ത് വേണം. അപ്പോൾ നേരത്തെ തന്നെ ഈ കരസേനയുടെ നേതൃത്വത്തിലുള്ള ഒരു കമാൻഡുണ്ട്, അത് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. ഇനി വ്യോമസേനയുടെ നേതൃത്വത്തിൽ മറ്റൊരു കമാൻഡുണ്ട്. ഈ തിയേറ്റർ കമാൻഡ് പ്രവർത്തിക്കുന്നത് രാജസ്ഥാനിലാണ്, രാജസ്ഥാനിലെ ജയ്പൂരിൽ. അടുത്ത ഈ പറയുന്ന മാരിടൈം കമാൻഡ് അപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വേണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനിൽ ചൗഹാൻ എന്ന് പറയുന്ന സംയുക്ത സൈനിക മേധാവിയുടെ സന്ദർശനമുണ്ടായി. ഇതിനുശേഷം പാർലമെൻറ്റിൻ്റെ പ്രതിരോധ കമ്മിറ്റി, ആ പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ, അതുപോലെ തന്നെ തീര സംരക്ഷണ വിഭാഗത്തിൻ്റെ തലവൻ, ഇവരൊക്കെ തന്നെ ഇവിടെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തെ ഒട്ടും ഗൗരവം കുറച്ചല്ല കേന്ദ്ര സർക്കാർ കാണുന്നത് എന്ന് വ്യക്തം. പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമൊക്കെ വന്നതോടുകൂടി വളരെയധികം പ്രാധാന്യം ലോകരാജ്യങ്ങൾ ഈ മേഖലയ്ക്ക് നൽകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണമോ സുരക്ഷാ ഭീഷണിയോ ഉണ്ടാവുകയാണെങ്കിൽ 3 സേനകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം വേണമെന്നാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ വേഗം കൂട്ടണം, അല്ലെങ്കിൽ നമ്മൾ ദ്രുതഗതിയിൽ തീരുമാനമെടുക്കണം. കേന്ദ്ര സർക്കാർ ഇതേക്കുറിച്ച് ആലോചിക്കുന്നു, ഔദ്യോഗിക പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുന്നു. ഇനി ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിലൊന്നാണ്. ഇവിടെ ഓപ്പറേഷൻ ടീസ്റ്റ പ്രഹാർ എന്ന പേരിൽ ഒരു സംയുക്ത സൈനിക അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടന്നു. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചിക്കൻ നെക്ക് എന്ന് വിളിക്കുന്ന സിലിഗുരി കോറിഡോറിൽ നടന്ന ഈ അഭ്യാസ പ്രകടനം വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. കാരണം ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്ന് ചില ഭീഷണികളൊക്കെ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, ഇപ്പം ലാൽ മോനിർ ഹട്ട് എന്ന് പറയുന്ന ഒരു എയർ ബേസ് ബംഗ്ലാദേശിനുണ്ട്. ആ എയർ ബേസ് ഏതാണ്ട് 1930കളിൽ ബ്രിട്ടൻ നിർമ്മിച്ചാണ്. ഈ എയർ ബേസിനെ ഒരു വിമാനത്താവളമാക്കി മാറ്റാനുള്ള പദ്ധതിയുമായിട്ട് ചൈന രംഗത്ത് വരുന്നു. അതായത് ബംഗ്ലാദേശിൻ്റെ എയർ ബേസ് ചൈന ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമാക്കി മാറ്റാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ പാകിസ്ഥാന് ഡ്രോണുകൾ ഉൾപ്പെടെ വൻ സഹായങ്ങൾ നൽകിയത് ചൈനയാണ്. ഈ ചൈനയിലേക്കാണ് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയുടെ ചുമതലയുള്ള മുഹമ്മദ് യൂനിസ് നേരത്തെ പോയി ചില സഹായങ്ങളൊക്കെ അഭ്യർത്ഥിച്ചത്. എന്നിട്ട് പറഞ്ഞിരുന്നു, ഈ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ലാൻഡ് ലോക്ക്ഡാണ്, സമുദ്രത്തിൻ്റെ അധിപതി എന്ന് പറയുന്നത് ഞങ്ങളാണ്. അപ്പോൾ ചൈന കൂടി ഞങ്ങൾക്കൊപ്പം വന്നു കഴിഞ്ഞാൽ ആ ലാൻഡ് ലോക്ക്ഡായുള്ള മേഖലയ്ക്ക് സമീപത്തേക്ക് നിങ്ങൾക്ക് ഒരു എയർബേസ് തരാം, വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്താം. അന്ന് ചൈന പറഞ്ഞു, അതായത് ഷീ ജിൻപിങ് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ്, ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ പഹൽഗാം അറ്റാക്കിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ പരസ്യമായി പാകിസ്ഥാനൊപ്പം നിലകൊണ്ട രാജ്യങ്ങളിലൊന്ന് ചൈനയായിരുന്നു. ആ ചൈന വേണമെങ്കിൽ ബംഗ്ലാദേശിൽ ഇത്തരത്തിലൊരു എയർപോർട്ട് നിർമ്മിക്കാം എന്നതിനകത്ത് നമുക്ക് വലിയ സംശയമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന
ടീസ്റ്റ പ്രഹാർ എന്ന് പറയുന്ന ഒരു സൈനിക പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ആധുനിക യുദ്ധോപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം, ഒരു പുതിയ കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള യുദ്ധതന്ത്രങ്ങൾ എങ്ങനെയൊക്കെ പ്രയോഗിക്കാം, മാത്രമല്ല റോബോട്ടുകളെ യുദ്ധമുഖത്തേക്ക് നമ്മൾ ഇറക്കിവിടാം. അപ്പം വടക്കൻ ബംഗാൾ സിക്കിം മേഖലയിൽ നമ്മൾ ഇത്തരത്തിലുള്ള പരിശീലന പരിപാടി നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാനും ബംഗ്ലാദേശിനും ചൈനയ്ക്കുമുള്ള ചില സൂചനകൾ കൂടിയാണ്. യുദ്ധ സാഹചര്യങ്ങളോട് നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്, ആധുനിക നിരീക്ഷണ ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കും, സാങ്കേതിക മികവുകൾ ടെസ്റ്റ് ചെയ്യുക, കൃത്യമായ സ്ട്രൈക്ക് ശേഷി ബോധ്യപ്പെടുത്തുക, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഓപ്പറേഷൻ ടീസ്റ്റ പ്രഹാർ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ സേന തന്നെ ഔദ്യോഗികമായി പുറത്തേക്ക് വിടുന്നു. അതായത് റോബോട്ടുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ത്രിശക്തി സൈനിക അഭ്യാസം നടത്തുന്നത് ഇനി സൈന്യത്തിൽ മനുഷ്യൻ പോലും വേണ്ട എന്നുള്ളതിൻ്റെ ചില സൂചനകൾ അവർക്ക് പകർന്നു നൽകുകയാണ്. അപ്പം വീതി കുറഞ്ഞ ഇന്ത്യൻ ഭാഗമായ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം, ചൈനയെ സംബന്ധിച്ചിടത്തോളം, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഒരു മേഖലയായിട്ട് അവർ കരുതുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പം നമുക്ക് ഈ വ്യോമസേനയുടെ സ്ക്വാഡ്രണുകളുടെ എണ്ണം കുറവാണ് എന്നൊരു ചിന്തയുണ്ടായിരുന്നു. നമ്മൾ തദ്ദേശീയമായി തേജസ് യുദ്ധവിമാനം നിർമ്മിച്ചപ്പോൾ ജനറൽ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയായിരുന്നു അതിൻ്റെ എഞ്ചിൻ നൽകേണ്ടത്. പക്ഷേ ജോ ബൈഡൻ ഭരണകൂടം മനഃപൂർവ്വം അത് നൽകാതെ വൈകിപ്പിച്ചു. ഒരേ സമയം നമുക്ക് ചൈനയും പാകിസ്ഥാനുമാണ് രണ്ട് ശത്രുക്കളെന്നും ബംഗ്ലാദേശുമായിട്ട് അത്ര വലിയ ശത്രുതയില്ല എന്നുള്ളൊരു നിലപാടാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കുകയും മുഹമ്മദ് യൂൻസ് രംഗപ്രവേശം ചെയ്യുകയും ചെയ്തതോടുകൂടി ഏതാണ്ട് ബംഗ്ലാദേശ് ഇന്ത്യയുടെ അതിർത്തിയിലുള്ള 4000 കിലോമീറ്ററും നമ്മൾ കൂടുതൽ നിരീക്ഷണത്തിന് വിധേയമാക്കി. മാത്രമല്ല ബംഗ്ലാദേശികൾ പലപ്പോഴും ബംഗാളിലേക്കും മറ്റും കുടിയേറി, അതായത് നുഴഞ്ഞു കയറുകയും അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ 3 രാജ്യങ്ങളും ചേർന്ന് ഒരു ആക്രമണം നടത്തിയാൽ ഇന്ത്യൻ സ്ക്വാഡ്രണുകളുടെ എണ്ണം കുറവാണ്, അതുകൊണ്ട് അതിൻ്റെ നേട്ടം നമുക്കുണ്ടാക്കാമെന്നൊക്കെ ചിന്ത ഈ ശത്രുരാജ്യങ്ങൾക്കുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ നാവികസേനയെ, കരസേനയെ, അതുപോലെ തന്നെ വ്യോമസേനയൊക്കെ ശക്തിപ്പെടുത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പ്രശ്നമുണ്ടായ സമയത്ത് അന്ന് ഈ നാവികസേന കൃത്യമായ ഓപ്പറേഷൻ ഒന്നും നടത്തിയില്ല. അവർ യുദ്ധസജ്ജമായി നിന്നതേ ഉള്ളൂ. എന്ത് സാഹചര്യത്തെ നേരിടാൻ അവർ തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളൊരു മാരിടൈം തിയേറ്റർ കമാൻഡ് രൂപീകരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ പ്ലാനാണ്. ഒപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ ഒന്ന് തകർത്ത് കളയണമെന്ന് ആഗ്രഹിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമുണ്ട്. അതായത് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു 10 വർഷം കൊണ്ട് ഇന്ത്യ പിടിച്ചാൽ കിട്ടാത്ത വിധം വളർച്ച നേടും. 2050 നമ്മൾ വലിയൊരു ഉയർച്ച ലക്ഷ്യമിടുന്നുണ്ട്. ഇപ്പം തന്നെ ജപ്പാനെ മറികടന്നുകൊണ്ട് നമ്മൾ ഏതാണ്ട് സാമ്പത്തിക രംഗത്ത് 4ാം സ്ഥാനത്തേക്ക് കുതിച്ചുയരുകയാണ്. അങ്ങനെ ഇന്ത്യ വരണ്ട, ഒരു 10-15 വർഷത്തേക്ക് ഇന്ത്യ ഒന്ന് ബ്ലോക്ക് ചെയ്യണം. ഇപ്പം നമുക്കറിയാം, ട്രംപ് തന്നെ നമ്മളുടെ കൂടെ നിൽക്കുകയാണെന്നുള്ള പ്രതീതി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ വളർച്ചയെ അത്ര ഇഷ്ടപ്പെടുന്നില്ല. അത് സാമ്പത്തിക മേഖലയിലായിക്കോട്ടെ, പ്രതിരോധ രംഗങ്ങളിലായിക്കോട്ടെ, സൈനിക ഇടപാടുകളിലായിക്കോട്ടെ, ഇതിലൊന്നും ഇന്ത്യ അങ്ങനെ കുതിച്ചു കയറണ്ട. അപ്പോൾ ഇന്ത്യയിലെ ശത്രുക്കളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നതുകൊണ്ടാണ് തദ്ദേശീയമായി ആകാശ് പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നമ്മൾ വികസിപ്പിക്കുന്നു. ബ്രഹ്മോസ് പോലെയുള്ള മിസൈലുകൾ, അഗ്നി മിസൈലുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ സ്കീസിമിംഗ് മിസൈലുകളെ തടയുന്ന ആൻറ്റി മിസൈലുകൾ നമ്മൾ വികസിപ്പിച്ചെടുത്തുകൊണ്ട് വരുന്നു. സമുദ്ര മൈനുകളൊക്കെ തന്നെ നമ്മൾ പരീക്ഷിക്കുന്നു. അപ്പം നമ്മൾ കൃത്യമായ പദ്ധതികളിലൂടെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ സിന്ദൂർ ഓപ്പറേഷന് ശേഷം തിരുവനന്തപുരത്ത് ഒരു മാരിടൈം തിയേറ്റർ കമാൻഡ് രൂപീകരിക്കുന്നു. ഇവിടെ ഈ സിലിഗുരി കോറിഡോറിന് സമീപത്തായിട്ട് നമ്മൾ ടീസ്റ്റ പ്രഹാർ എന്ന് പറയുന്ന ത്രിശക്തി, നമ്മുടെ ഈ വെസ്റ്റ് ബംഗാളിലുള്ളൊരു എയർബേസാണ് ഈ ത്രിശക്തി എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇവിടെ കൃത്യമായ പരിശീലനം നമ്മൾ നടത്തുന്നു. എന്നിട്ട് ചിലർക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിനെ അല്ലെ പാകിസ്ഥാനെ കണക്കിലെടുത്താൽ അവരുടെ GDPയേക്കാൾ ഉയർന്നതാണ് നമ്മുടെ തമിഴ്നാട്ടിൻ്റെ അല്ലെ ഉത്തർപ്രദേശിൻ്റെയൊക്കെ GDP. ഒരു 3-4 സംസ്ഥാനങ്ങളിലെ GDP ഉയർന്നു വരും. അപ്പോൾ നമ്മൾ വലിയ മികവ്, ഉയർച്ചയൊക്കെ പ്രകടിപ്പിക്കുന്നത് ലോകത്തെ പല രാജ്യങ്ങളെയും അസ്വസ്ഥമാക്കുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും ശത്രു രാജ്യങ്ങൾക്ക് നേരെ കൃത്യമായ നീക്കം നടത്തുന്നതെന്നും വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ഏറ്റുമുട്ടൽ നടന്നു എന്ന് നമ്മൾ പറയുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനുമായാണ് ഏറ്റുമുട്ടൽ നടന്നതെങ്കിലും ഒരേ സമയം 4 രാജ്യങ്ങളെ നമ്മൾ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയെന്ന് പറയാം.
കൃത്യമായി പറഞ്ഞാൽ ചൈനയെ പരാജയപ്പെടുത്തുന്നു, പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നു, തുർക്കിയെ പരാജയപ്പെടുത്തുന്നു, അസർബൈജാനെ പരാജയപ്പെടുത്തുന്നു. അപ്പോൾ ഇവരെല്ലാം തന്നെ ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ടീസ്റ്റാ പ്രഹാർ എന്ന് പറയുന്ന പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് ഈ നാവികസേനയുടെ നേതൃത്വത്തിൽ സംയുക്ത സേനകൾ, അപ്പോൾ ഈ നാവികസേന നയിക്കുകയാണെങ്കിൽ കരസേനയുടെയും വ്യോമസേനയുടെയും ഒക്കെ കമാൻഡുകൾ മുഴുവൻ ഇതിന് കീഴിലായിരിക്കും. അത്തരത്തിൽ സംയുക്തമായ ഓപ്പറേഷനാണ് പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ നമ്മളെ സഹായിച്ചതെന്ന് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംയുക്ത സൈനിക മേധാവികൾ കൃത്യമായ പ്ലാനിങ് നടത്തുന്നു, ആസൂത്രണം നടത്തുന്നു എന്നൊക്കെ വ്യക്തമാക്കുന്നത്. അപ്പം നമ്മൾ നേരിട്ടൊരാക്രമണമല്ല പാകിസ്ഥാനെ നടത്തിയത്, പകരം ഭീകര ക്യാമ്പുകളെ, തീവ്രവാദ മേഖലകളെ ആക്രമിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സിന്ദൂർ ഓപ്പറേഷൻ അവസാനിച്ചിട്ടില്ല. അതിൻ്റെ തുടർച്ച തിരുവനന്തപുരത്തും അതുപോലെ തന്നെ സിലിഗുരി മേഖലയിലും നടത്തുകയാണ്. ഇവിടെ നടത്തിയ പരിശീലന പരിപാടിയുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തുവിടുന്നത് നമുക്ക് ഭീഷണിയുമായി വരുന്നവർക്ക് കൃത്യമായ മറുപടിയാണ്, നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്ന് തന്നെയാണ്. കാരണം തദ്ദേശീയമായി നമ്മൾ നിർമ്മിച്ച ആയുധങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ വൻ വിജയമായെന്ന് ലോകത്തിലെ ഈ യുദ്ധത്തെ വിശകലനം ചെയ്യുന്ന ആളുകൾ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നേറ്റം ഇനിയും ഉണ്ടാകും. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തുടർച്ച ഇനിയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.